ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആൾക്കാർ മടിക്കുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ നമ്മൾ ഒരാളെടുത്ത് പറയുകയാണ് മെൻ്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും അവരിപ്പോഴും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനിലേക്ക് എത്താനായിട്ട് മടിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള സ്റ്റിഗ്മകളും അതിൻ്റേതായിട്ടുള്ള പേടികളും അവരെ അലട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയാനുള്ള ഒരു കാരണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് മെൻ്റൽ ഹെൽത്ത് കഫേ കാപ്പിനസ് ഈ ഒരു കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ഡോക്ടർ പ്രൊഫഷണൽ സെറ്റപ്പ് എല്ലാം ബ്രേക്ക് ചെയ്ത്, നമ്മൾ കാണുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് നമ്മുടെ ക്ലയൻസിന് നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ പേടികൾ എക്സ്പ്രസ് ചെയ്യാനുമായിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസ് ആക്കി കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇതിനെ എയിം ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് വിൻസി. ഞാൻ ഇവിടുത്തെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ജൻ ഗാർഡൻ കോൺസെപ്റ്റിലാണ് ഈ സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാതെ ഓരോ സ്പേസിനും ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഗ്രീനറി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഒരാൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് തെറാപ്പി എടുക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. അതിന് മുന്നേ ഇവിടെ സ്പേസൊക്കെ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് കാം ആവാൻ കഴിയണം. ആ രീതിയിലാണ് ഞങ്ങൾ ഈ സ്പേസ് ഒന്ന് ഇതാക്കിയിട്ടുള്ളത്. നമ്മളെപ്പോഴും സ്പേസിലേക്ക് വെൽക്കം ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമുക്ക് തെറാപ്പി എടുക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അല്ലാണ്ട് വരിക, ബുക്സൊക്കെ വായിച്ചിരിക്കുക, കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. നമുക്ക് നമ്മളത്ര ഓക്കെ എല്ലാം തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം ഈ സ്പേസ് വിസിറ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം, നമുക്കൊരാൾക്ക് ഓപ്പൺ അപ്പ് ആവുന്നതിന് തന്നെ നമ്മൾ ഇരിക്കുന്ന സ്പേസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ തന്നെ ഭയങ്കര മോഡേൺ രീതിയിലുള്ളൊരു സ്പേസോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഇരിക്കുന്ന തരത്തിലുള്ള കോൺവെർസേഷൻ ആയിരിക്കില്ല നമ്മളൊരു കഫേയിലോ ഇതുപോലത്തെ ഒരു സ്പേസിലോ ഇരുന്ന് സംസാരിക്കുമ്പോഴേ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പേസിലാകുമ്പോഴേക്കും നമുക്ക് കുറെ കൂടെ ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു സ്കോപ്പ് കൂടുതലാണ്. കുറെ കൂടി ഫ്രീ ആയിട്ട് ഉള്ള കോൺവെർസേഷനുകൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. ആ രീതിയിലാണ് ഞങ്ങൾ ഈ സ്പേസ് ഡെവലപ്പ് ചെയ്തത്. ഓരോ സ്പേസസും ക്ലയൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ ക്ലയൻസിന് ചൂസ് ചെയ്യാം ഏത് സ്പേസ് വേണമെന്നുള്ളത്. അപ്പം അവരുടെ മുൻപിലിരിക്കുന്ന ഒരാൾ ഒരു പ്രൊഫഷണലായിരിക്കും. ബട്ട് ആ ഒരു സെഷൻ ഉടനീളം തീരുന്നത് വരെ അവർക്കൊരിക്കലും ആ ഒരു പ്രൊഫഷണലായിട്ടല്ലേ അവർക്ക് തോന്നുന്നത്. അവരുടെ ഒരു ഫ്രണ്ടായിട്ടായിരിക്കും ആ ഒരു സെഷൻ്റെ ആ ഒരു എൻഡ് വരെ അവർക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഏരിയയിൽ നോക്കി പറഞ്ഞാൽ കൗൺസിലിംഗ് മാത്രമല്ല നടന്നു പോകുന്നത്, വർക്ക്ഷോപ്സ്, പിന്നെ പല പല മെൻ്റൽ വെൽനെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പല ആക്ടിവിറ്റീസ് നടന്നു പോകുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ടും വരുന്നത് എന്താണ് അവയർനെസ്സും പ്ലസ് സർവീസ് എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവയർനെസ്സിനാണ്. ഗ്രാസ്റൂട്ട് ലെവലിൽ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിമായിട്ട് വരുന്നത്. അതായത് ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഒരു ഗോളായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റാണ് ക്യാപ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ആഴ്ചയിലും ഓരോ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടാവും. അവയർനെസ് പ്രോഗ്രാംസ് ഇൻ ദ സെൻസ് ഈ പറഞ്ഞ പോലെ ടോക്ക് സെഷൻസ് ആവാം, അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതുപോലെ ഓരോ മൂവി സ്ക്രീനിങ്, മന്ത്ലി ഓരോ മൂവി സ്ക്രീനിങ് ഉണ്ടാവും. നമ്മൾ കണ്ട മൂവീസ് തന്നെ ആയിരിക്കും അത് വീണ്ടും ഒന്നും കൂടി പ്ലേ ചെയ്തിട്ട് അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ആശയം ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം പണ്ട് മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഇതൊരു ഭയങ്കര വലിയ പ്രശ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു തെറാപ്പി എടുക്കാൻ വരുന്നത് ഒരു മോശം കാര്യമല്ല. നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനുണ്ടാകുന്ന ഒരു പനി, ജലദോഷം അതുപോലത്തെ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു പ്രശ്നം. അത് നമ്മളൊരു പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്നു, അതിൽ നിന്ന് നമുക്കൊരു സൈക്കാട്രിസ്റ്റിലോട്ട് ഒരു മെഡിക്കേഷൻ ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് റെഫർ ചെയ്യാം. അതിൻ്റെ എല്ലാ സേവനങ്ങളും നമുക്ക് ലഭ്യമാണ്. സോ ക്ലിനിക്കൽ സൈക്കോളജി ആയിരുന്നു ഞാൻ ഡിഗ്രിക്ക് ചൂസ് ചെയ്ത് PGക്ക്. സോ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ്ലി ഒരു 4 വാൾ സെറ്റിംഗ്, ഒരു ഹോസ്പിറ്റൽ, ഒരു സൈക്കാട്രിക് വാർഡ്, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു ഞങ്ങൾക്ക് തന്നത്. പക്ഷേ കാപ്പിനെസ്സിൽ വന്നപ്പോൾ ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് കുറച്ചുകൂടെ കോസി എൻവയൺമെൻറ്റ്, കുറച്ചുകൂടി ഓപ്പൺ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻവയൺമെൻറ്റ്. ബിക്കോസ് ഇവിടുത്തെ സൈക്കോളജിസ്റ്റും എൻവയൺമെൻറ്റും കൂടുമ്പം ആക്ച്വലി ക്ലയൻറ്റിൽ എന്തോലെ കംഫർട്ടബിൾ ആവുന്നുണ്ട്. പിന്നെ ക്ലയൻറ്റ് ഓറിയൻറ്റഡും ആയോട് ഇറ്റ്സ് ലൈക്ക് ക്ലയൻറ്റിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അവരുടെ നീഡ്സ് എല്ലാം വെച്ച്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാപ്പിനെസ് ഇറ്റ്സ് ലൈക്ക് സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് യങ്സ്റ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് വന്ന് തെറപ്പിയൊക്കെ ചോദിക്കാൻ വേണ്ടി.
ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് തന്നെ അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ബ്രീത്തബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഒരു കഫേ സെറ്റപ്പിൽ നമുക്കൊരു കോഫി കുടിച്ചിരുന്ന് എങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ടോക്ക് നടത്താം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ ക്യാപ്പിനെസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് കൂടുതൽ പേരെ മെൻ്റൽ ഹെൽത്ത് തെറാപ്പി എടുക്കാനും അല്ലെങ്കിൽ അവയർനെസ്സിലേക്കും ഒക്കെ എത്തിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരായാലും അവർക്ക് ഈ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ടാബു റിലേറ്റഡ് ഉള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആവാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവാം, അത് ഭയങ്കര കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ കൂടുതൽ ആക്സസ് ഉള്ള അല്ലെങ്കിൽ അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇനിയുള്ള കൂടുതൽ ക്ലയൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചുകൾക്കും ഇത് എന്തായാലും ഒരു പ്രേരണയായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ളൊരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി സെറ്റപ്പിൽ മെൻ്റൽ ഹെൽത്ത് ടോക്ക് സെഷൻസ് അവയർനെസ് ഒക്കെ വരുന്നത് കൂടുതൽ നന്നായിരിക്കും. അത് മെൻ്റൽ ഹെൽത്തിനെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് വെൽക്കമിങ് ആയിട്ട് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്തായാലും. ഇവിടങ്ങളിലേക്ക് വരുമ്പോൾ ആൾക്കാർ എത്രത്തോളം ഓപ്പൺ അപ്പ് ആവുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നുണ്ട്. ലൈക്ക് അവരുടെ ഉള്ളിൽ വരുന്ന അവർക്ക് വരുന്ന ആൻസൈറ്റി അല്ലെങ്കിൽ അവർക്ക് വരുന്ന പേടികൾ ഒക്കെ ഷെയർ ചെയ്യാൻ ആ ഒരു സ്പേസ് കംഫർട്ടബിൾ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ വേറെ ഏതൊക്കെ സെറ്റപ്സിൽ നമുക്ക് കോൺഫിഡൻഷ്യലായിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാം. സോ അഗെയിൻ ഇവിടെ ഇപ്പം നമുക്ക് ഒരുപാട് സ്പേസസ് ഉണ്ട്. ഓരോരുത്തരുടെ നീഡ്സ് അനുസരിച്ചിട്ട് അവരുടെ അപ്പോഴത്തേക്കുള്ള ഒരു മൂഡ് അനുസരിച്ചിട്ട് അവർക്ക് ഓരോ സ്പേസും തിരഞ്ഞെടുക്കാം. അപ്പോൾ ആ സ്പേസസിലേക്ക് എത്തുന്നത് എല്ലാവരും പ്രൊഫഷണൽസ് തന്നെയാണ്. സോ അഗെയിൻ അവരുടെ ആവശ്യങ്ങൾ അവിടെ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. അവരുടെ എല്ലാ ഫിയേഴ്സും മാറ്റി വെച്ചിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരായാലും അവർക്ക് ഈ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ടാബു റിലേറ്റഡ് ഉള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആവാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവാം, അത് ഭയങ്കര കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ കൂടുതൽ ആക്സസ് ഉള്ള അല്ലെങ്കിൽ അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇനിയുള്ള കൂടുതൽ ക്ലയൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചുകൾക്കും ഇത് എന്തായാലും ഒരു പ്രേരണയായിരിക്കും.